ഹലോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം കുറേ ഉണ്ട് കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാനൊന്ന് പുറത്തൊക്കെ പോയി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഈ വീഡിയോയിൽ. ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് രാവിലെ എന്താ കാപ്പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേന്ന് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പം അരിയും ഉഴുന്നൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ രാവിലെ ഒരു വിചാരിച്ചെന്നാൽ ഓട്സ് വല്ലതും എടുക്കാമെന്ന്. അങ്ങനെ ചെറുതായിട്ട് ഓട്സ് ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിരുന്നപ്പോഴാണ് ഈ പരിപാടി കണ്ടത്. എന്താണെന്നറിയാമോ? ബ്ലിങ്കിറ്റിൽ സ്ക്രീം ഫോർ ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അലറണം. അലറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പോയിൻറ്റ്സിനനുസരിച്ച് നമുക്ക് എന്താ ഒരു ഓഫർ കിട്ടും, ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറിയതാണേ. കയറിയപ്പോൾ താണ്ട് കിടക്കുന്ന ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ. ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ചുമ്മാ തന്നു, പക്ഷേ ശരിക്കും ഇതിനകത്ത് ഡിസ്കൗണ്ട് കിട്ടിയേ. കണ്ടില്ലേ, 100 സംതിങ് ഉണ്ട്, 199 ഐസ്ക്രീമൊക്കെ 88 രൂപയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര ഓഫറിന്. അങ്ങനെ പിന്നെ ഉച്ചയോടെ എടുത്തപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചു. ചോറ് വെക്കാനായിട്ട് അരിയൊക്കെ വെള്ളമൊക്കെ തിളപ്പിച്ചു. പിന്നെ അതിൻ്റെ കൂടെ മീൻ ഉണ്ടായിരുന്നു. ഇന്നലെ വാങ്ങിച്ച മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും ഇതെല്ലാം കൂടിയിട്ടൊരു കറിയാക്കാമെന്ന് വെച്ചു. മുരിങ്ങയ്ക്കയും മാങ്ങയും തക്കാളിയും ഇതെല്ലാം കൂടിയിട്ടൊരു മിക്സ്ഡ് കറിയാക്കി വെക്കാമെന്ന് വെച്ചു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ വടക്കംപുളിയില്ലേ, വടക്കംപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ അപ്പോഴത്തേനും ഇതൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ വിചാരിച്ചു അതിൽ നിന്ന് 2 മീൻ എടുത്തിട്ട് വറുക്കാമെന്ന് വെച്ചു. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സ്റ്റീലിൻ്റെ കടായി കേട്ടോ, നല്ല കടായിയാണ്. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷനിലും അതുപോലെ ഗ്യാസിലും നമുക്കിത് വെക്കാൻ പറ്റും. അടിക്കൊന്നും പിടിക്കത്തില്ല, നല്ല കട്ടിയുള്ള പാത്രമാണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഉപകാരമുള്ളവർക്ക് വാങ്ങിക്കാമല്ലോ. നല്ലതായിട്ട് കേട്ടോ പറഞ്ഞേ. നല്ല പാത്രമാണ്. നമുക്ക് മീൻ കറി വെക്കാനും പിന്നെ അല്ലാതെ ഒരു വിധപ്പെട്ട കറി വെക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. ഒരുപാട് അടുക്കി പിടിക്കത്തൊന്നുമില്ല, ഒരുപാട് നല്ല അടുക്കി പിടിക്കാറേ ഇല്ല, നല്ല കട്ടിയുള്ള പാത്രമാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ നമുക്കിവിടെ കിട്ടുന്ന ഇപ്പോൾ നല്ല ചൂടായിട്ട് നല്ല ഇങ്ങനെ ലിക്വിഡായിട്ടിരിക്കുന്നുണ്ടില്ലേ, പക്ഷേ തണുത്ത സമയത്ത് ഭയങ്കര കട്ടിയാകുകയും ചെയ്യും. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ കഷ്ണമാക്കി വെച്ചതും പിന്നെ ഉലുവയും, ഞാൻ ഉലുവ പൊടിപ്പിച്ചിട്ട് വെച്ചിട്ടില്ലായിരുന്നു ഉലുവ, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കടുകിൻ്റെ കൂടെ തന്നെ ഉലുവയും കൂടി ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൊച്ചുള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാണെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ചൂടായിരുന്നു. അവിടെ ഭയങ്കര ചൂടായിരുന്നു. രാവിലെ ആ മഴ പെയ്തെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തിളച്ച ചൂടായിരുന്നു. ഇപ്പോൾ 44 ഡിഗ്രിയാണ് ഇവിടെ. അതിൻ്റെ ചൂടെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ വയ്യ. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പം നല്ല ചൂടല്ലേ, ഈ അടുപ്പിൻ്റെ അടുത്ത ചൂടും. പിന്നെ ഇൻഡക്ഷനായിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എങ്കിൽ തന്നെയും നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ പൊതുവേ നല്ല ചൂടാണ്. അതിൻ്റെ കൂടെ ഇത് വരണ്ട് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ഞാൻ അതൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേനും ഉള്ളിയൊക്കെ വരണ്ട് വരുമ്പോഴത്തേനും ഞാൻ വിളിച്ചു വന്നാൽ മീൻ വറുക്കുന്നതിനായിട്ടുള്ള കുറച്ച് മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന്. നേരത്തെയൊക്കെ ഞാൻ എയർ ഫ്രയറിനകത്താണ് മിക്കവാറും വെക്കുന്നത് ഈ മീൻ വറുത്തതൊക്കെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണയിലെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അത്ര മൊരിയത്തൊന്നുമില്ല, ഒരു വാട്ടൽ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒരു ഇതുപോലെ ഇരിക്കും. പക്ഷേ നമുക്ക് ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ എണ്ണയിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്, അല്ലാതെ എയർ ഫ്രയർ എടുക്കുന്നത് ഹെൽത്തി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ. അപ്പോൾ വല്ലപ്പോഴും നോക്കും കേട്ടോ, വല്ലപ്പോഴും ഞാൻ ഈ എണ്ണയ്ക്കകത്ത് മൊരിച്ചെടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് ഈ ഉള്ളിയൊക്കെ വരണ്ട് വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, അറിയാമല്ലോ നമ്മൾ കൊല്ലംകാർ ഇങ്ങനെ ആട്ടോ വെക്കുന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നിടക്കാന്നേ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പാചകത്തിൽ കേരളത്തിനുള്ളിൽ തന്നെ ആണെങ്കിലും ഒരു കറി വെക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് അല്ലേ. എനിക്ക് ഈ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ടോ? പക്ഷേ ഞങ്ങൾ കൊല്ലംകാർ വെക്കുന്ന സിമ്പിൾ മീൻ കറി കേട്ടോ. എപ്പോഴും ഇങ്ങനെ മുളകും മല്ലിപ്പൊടിയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വറുത്തിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ വരട്ടി അതിനകത്തോട്ടിട്ട് ഇച്ചിരി പുളിയും കൂടെ ഒഴിച്ചിട്ടാണ്. നമ്മൾ മുരിങ്ങയ്ക്ക മാങ്ങ അങ്ങനെ ചേർക്കാറില്ല, മാങ്ങ ചേർക്കും, മുരിങ്ങയ്ക്കൊന്നും അങ്ങനെ ചേർക്കാറില്ല. പക്ഷേ തൃശ്ശൂരൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ട് വെക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി. ഞാൻ ഇവിടെ വന്നിട്ടോ ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയൊക്കെ ഇങ്ങനെ വെക്കുന്നു, ഇത്ര സ്ഥിരമായിട്ടൊക്കെ വെക്കുമെന്ന് അറിയുന്നത്. അതുപോലെ സാമ്പാർ വെക്കുന്നതിനും ഭയങ്കര ഡിഫറൻസ് ആണ്. സാമ്പാർ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ വെക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത്, എനിക്കറിയത്തില്ലായിരുന്നേ. അങ്ങനെ മീൻകറിക്ക് എന്താ പറയുക, നമ്മുടെ ഉള്ളിയൊക്കെ വാടിയപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്ത് വെച്ചത് എടുത്തിട്ട് പുളിയും കൂടെ ഇട്ട് വെള്ളം കൂടെ വെച്ച് തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം അത് വരണ്ട് വരണം. അതൊന്ന് വരണ്ട് വരുമ്പോഴത്തേന് നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ എനിക്ക് എന്താ പറയുക, അപ്പോഴത്തേനും എൻ്റെ ചോറൊക്കെ ആവുന്നുണ്ടായിരുന്നേ. നമ്മൾ ഈ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ എല്ലാം വൃത്തിയാക്കി വെക്കും, പിന്നെ ഉച്ചക്കത്തേക്ക് കിടക്കുമ്പോൾ അത് വീണ്ടും അലമ്പാവും. പിന്നെ വീണ്ടും എല്ലാം ഇതൊക്കെ നാട്ടിൽ ചിലപ്പോൾ അമ്മേനോട് പറയും കേട്ടോ, ഒരു കറി വെക്കണമെങ്കിൽ എനിക്ക് 100 പാത്രം വേണമെന്ന്. സത്യമാണ്, ഞാനും വിചാരിക്കും ഒരു കറി വെച്ചെങ്കിലും ഇങ്ങനെ 100 പാത്രം എടുക്കും. ഓരോന്നോരോന്ന് കട്ട് ചെയ്തും എടുത്തൊക്കെ വെക്കുന്നതാണ്. പിന്നെ കഴുകി വെച്ചാൽ മതിയല്ലോ. എന്നിട്ട് ഞാൻ ഇതിനകത്ത് നമ്മുടെ തക്കാളി എല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടെ വെച്ച് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ മീനും കൂടെ അങ്ങ് വറുത്തേക്കാം എന്ന് വെച്ചിട്ട് അപ്പോഴത്തേനും മസാലയൊക്കെ പിടിച്ചാണല്ലോ. കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണൻ്റെ എണ്ണയൊക്കെ കൈ വിട്ടുപോയി കേട്ടോ. ഞാൻ ഇച്ചിരി തോനെ ഒഴിച്ചു. മീൻ വറക്കണമെങ്കിലും വേണമല്ലോ, അത് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ എണ്ണ വേണമല്ലോ. അങ്ങനെ പിന്നെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് മീനൊക്കെ വറുക്കാനിട്ടേ. എന്നിട്ട് അപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ ആവുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ ചുമന്ന അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുക്കും വേവാൻ. നമ്മുടെ വെള്ളരി ബോയിൽഡ് റൈസ് ആകുമ്പോൾ, ഇവിടുത്തെ ബോയിൽഡ് റൈസ് ആകുമ്പോൾ അധികം വേവ് വേണ്ടല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് എന്താ പറയുക മീൻ വറുക്കാനൊക്കെ വെച്ചത് വെറും 2 കഷ്ണം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. വറുത്ത ഒരുപാട് അങ്ങനെ കണ്ടില്ല. എൻ്റെ കിച്ചൺ മൊത്തം ഞാൻ തന്നെ എല്ലാം ബാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ പണിയൊക്കെ കഴിഞ്ഞ് അടുക്കി വെക്കുമ്പോൾ എന്താ സന്തോഷം. പിന്നെയും ഇതുപോലെ നമ്മൾ ഉച്ചയ്ക്കത്ത് വെക്കുമ്പോഴത്തേന് ഭയങ്കര അലമ്പാവും. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഇച്ചിരി മുരിങ്ങയ്ക്ക ഇട്ടിട്ട്
മുരിങ്ങയ്ക്ക ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ മീൻ കറിക്ക്. നിങ്ങളിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ, എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്, നിങ്ങളിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ഇത് വരുമ്പോൾ ഗ്രേവിയും നമുക്ക് തോനെയും കിട്ടും, അതുപോലെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് കറി തിളച്ച് വന്നപ്പോഴത്തേനും മീൻ കഷ്ണം, നമുക്കിത് ഇവിടെ കട്ട്ല എന്ന് പറയുന്ന ഒരു മീനാണ്, ആ മീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. തമ്മിൽ ഭേദം ഇത് തന്നെ എനിക്ക് കഴിച്ചിട്ട് തോന്നിയത്. എനിക്ക് ഇവിടെ ഒരുപാട് സൈസ് മീനുണ്ട്. ഇത് നമ്മുടെ പുഴയിലെ മീൻ അങ്ങനെ എന്തോ ആണ്, വളർത്തുന്ന മീനാട്ടോ ഇത്. അങ്ങനെ ഇത് ഇട്ട് കഴിയുമ്പം ഇതിനൊരു എന്താ പറയുക, നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കിത് ഇഷ്ടമാണ്. ആദ്യമൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു, പിന്നെ കഴിച്ച് കഴിച്ച് വന്നപ്പോൾ എനിക്ക് ഇത് ഇഷ്ടമായി. പക്ഷേ ചെറിയ ചെറിയ മുള്ള ഇതിനകത്ത്, അത്രയ്ക്കില്ല എന്നാലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മുള്ള ഉള്ളത്. അങ്ങനെ ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ കുറച്ച് താമസം എടുക്കും നമുക്ക് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മീൻ കറിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്കൊന്ന് കൊഴുപ്പ് കിട്ടാൻ കുറച്ച് മുളക് പൊടി, നമ്മൾ ആദ്യം കുറച്ച് ചേർക്കത്തുള്ളൂ കേട്ടോ. കുറച്ച് മുളക് പൊടിക്കകത്ത് ഇത്തിരി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യും, നല്ലോണം ഒന്ന് മിക്സ് ചെയ്താണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുവേ. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ മിക്സ് എടുത്ത് നമ്മൾ തിളച്ച് നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഇട്ടിട്ട് തിളയ്ക്കുമല്ലോ, ആ സമയത്ത് ഇത് ഒന്നുകൂടെ എടുത്തിട്ട് ഞാൻ മാങ്ങയൊക്കെ ഇട്ട് തിളച്ച് കഴിഞ്ഞപ്പം ഈ മിക്സ് എടുത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടോ നമ്മുടെ മീൻ കറിക്ക് കിട്ടുന്ന. ഒരു ലൂസായ പോലെയല്ല, ഒരു കൊഴുപ്പ് കിട്ടും. നമ്മൾ ഈ തേങ്ങ ഒന്നും അരയ്ക്കാതെ തന്നെ വെക്കുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ അതുപോലെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും കിട്ടും കേട്ടോ. ഞാനിത് ഇവിടെ വന്നിട്ടൊക്കെ പഠിച്ച കുറച്ച് ഇതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മോരിയാറി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ ഒന്നും അരയ്ക്കാതെ ജസ്റ്റ് ഒരു സിമ്പിൾ മോരിയാറി. അപ്പോഴത്തേനും എനിക്കിപ്പോൾ ചൂടുകൊണ്ടെങ്കിൽ ഇരിക്കാൻ വയ്യട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാണ്. ഞാനപ്പോൾ പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ മീൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു കോൾഡ് കോഫി എടുത്ത് കുടിക്കാമെന്ന്. കോൾഡ് കോഫി എടുത്ത് കുടിക്കാൻ നമ്മുടെ ഇവിടെ ഐസ് ട്രേ ഇല്ല കേട്ടോ. ഐസ് ട്രേ അത് എങ്ങനെ പോയി, സെക്കൻഡ് ഹാൻഡ് നമ്മളങ്ങനെ വാങ്ങിച്ചാണല്ലോ, അപ്പോൾ അന്നേ ഐസ് ട്രേ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ ഐസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ കുത്തി പൊട്ടിച്ചിട്ടാണ് ഈ കോൾഡ് കോഫി ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആട്ടോ കോൾഡ് കോഫി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോൾഡ് കോഫി. നമ്മളെന്താ പറയുക, ഒരു ജാറിനകത്ത് കുറച്ച് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കുറച്ച് ഐസും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അടിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പാലൂടിട്ട് അടിച്ച് കഴിയുമ്പോഴത്തേനും കോൾഡ് കോഫി ആകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് നിന്ന് ഇത് എൻ്റെ സന്തോഷം കേട്ടോ. എനിക്ക് ദൃശ്യം 3 കാണണമെന്ന്, അത് 2 കഴിഞ്ഞിട്ട് 3 ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ രാത്രി 9:45 മൂവി തുടങ്ങുന്നത്. അങ്ങനെ കറക്റ്റ് 9:45 ഞങ്ങളവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് നല്ല തിയേറ്റർ കേട്ടോ. നല്ല തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ആളില്ലായിരുന്നു ഇപ്രാവശ്യം, ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ എന്തോ എനിക്ക് കാണുന്ന ഒരിതുണ്ടായിരുന്നു. അങ്ങനെ ദൃശ്യം 3 തുടങ്ങുവാണ്. അങ്ങനെ ആ സിനിമയൊക്കെ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് വലിയ എല്ലാവരും കുറേ പേരൊക്കെ പറഞ്ഞു കൊള്ളത്തില്ല, കുറേ പേരൊക്കെ കൊള്ളാം, അങ്ങനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കണ്ടിട്ട് രാത്രി ഇപ്പോൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞു, 12:45 സിനിമ കഴിഞ്ഞത്. അങ്ങനെ 1 മണി, രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞ്, 1 മണിയല്ലേ ഇവിടെ എത്തുമ്പോഴത്തേനും 1:30 ആയി കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേന് 2 മണിയൊക്കെ കഴിഞ്ഞു. എന്തായാലും നല്ല സിനിമയൊക്കെ കണ്ട് സന്തോഷമായി. കുറേ നാളായി കേട്ടോ ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി, ഈ സമയത്തൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട്. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട